ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മനിരതരാകുക. കർമ്മത്തിന് ഫലമുണ്ടാകുക തന്നെ ചെയ്യും. കാരണം കാലമൊന്നിനും മറുപടി കൊടുക്കാതെ ഇതുവരെ കടന്നുപോയിട്ടില്ല എന്നതാണ് സത്യം. പ്രശ്നങ്ങളില്ലാതെ ജീവിതമില്ല. പരിഭവങ്ങളില്ലാതെ മനുഷ്യരില്ല. തോൽവി നേരിടാത്ത ജന്മങ്ങളില്ല. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തില്ല. പ്രശ്നങ്ങളും പരിഭവങ്ങളും തോൽവികളും വരുമ്പോൾ നമ്മളിലും കൂടുതൽ പ്രയാസങ്ങൾ ഉള്ളവരിലേക്ക് നോക്കുക. അപ്പോൾ അറിയാം നമ്മളാണ് ഉത്തമനെന്ന്. മറ്റുള്ളവരെ നാം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ അർഹരാണോ എന്നുകൂടി ചിന്തിക്കുക. ഒരു നല്ല ലക്ഷ്യവും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. തിരമാലകളെ പോലെയാകണം നമ്മുടെ ജീവിതം. ഓരോ താഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം. ക്ഷമ അത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല, നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ്. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. ജീവിതം ഒരു ഓട്ട മത്സരമാണ്. അവിടെ വിജയിക്കുന്നവര് ആദ്യം എത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. നമ്മുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടേക്കാം, പക്ഷേ ശ്രമം ഉപേക്ഷിക്കരുത്. ചിലരുടെ ജീവിതത്തിൽ നമ്മൾ ആരുമായിരിക്കില്ല, പക്ഷേ അതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ അവരെ ആത്മാർത്ഥമായി അങ്ങ് സ്നേഹിക്കും. ചിലപ്പോഴൊക്കെ അവർ നമുക്ക് മനസ്സിലാക്കി തരും നമ്മൾ അവരുടെ ആരുമല്ല എന്ന്. അവർക്ക് നമ്മളെക്കാൾ പ്രിയപ്പെട്ടവർ വേറെ ഉണ്ടാവും. പക്ഷേ അവരോടുള്ള അപ്പോഴത്തെ നമ്മുടെ അമിത സ്നേഹം കാരണം നമ്മൾ അതൊന്നും മനസ്സിലാക്കില്ല. എന്നാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കോമാളിയായി നിൽക്കാനേ നമുക്ക് കഴിയൂ. പഠനങ്ങൾ പറയുന്നു, കൂർമ്മബുദ്ധിയുള്ള സ്ത്രീകൾ അവരുടെ ഭൂതകാല ചിന്തകൾ മറച്ചുവെക്കും. ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല, കേൾക്കുന്നതാരും പറയാറുമില്ല. എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യരോളം മിടുക്ക് മറ്റാർക്കുമില്ല. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാക്കണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ആഴത്തിലിറങ്ങിയാൽ പിന്നെ ഏതു ബന്ധവും പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. നമുക്ക് കിട്ടുന്ന സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നുമില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയാൽ സ്വയം ഉയരുക. നിങ്ങളെ തന്നെ തരം താഴ്ത്തരുത്. മനസ്സിന് നിങ്ങളുടെ ശത്രുവുമാകാം, ഏറ്റവും നല്ല സുഹൃത്തുമാകാം. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ വിഷമങ്ങളെ സ്വീകരിക്കുക. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം തലകുനിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ കടമ്പ നിങ്ങൾ തന്നെ. നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ അതും തകരും. പ്രശ്നങ്ങളില്ലാതെ ജീവിതമില്ല. പരിഭവങ്ങളില്ലാതെ മനുഷ്യരില്ല. തോൽവി നേരിടാത്ത വ്യക്തികളില്ല. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തില്ല. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിരിക്കുന്നത് നിങ്ങൾ അവളുടെ എല്ലാമെല്ലാമാണെന്ന് തെളിയിക്കുമ്പോഴാണ്. വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട്.
സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളിൽ നിന്നും. ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും അനുഭവിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ്. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല. ജീവിതത്തിൽ മനസമാധാനം കിട്ടാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ആരും ആകാതിരിക്കുക, ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റു ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ധൈര്യമാണ് പ്രധാനം. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. നമ്മുടെ ഇന്നലകൾ കഴിഞ്ഞുപോയതാണ്, നാളെകൾ എന്താണെന്ന് അറിയില്ല. ഇന്നിൽ ജീവിക്കുക, സ്നേഹം കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക. നേരെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയും എത്തില്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം, അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ. എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഖമാകില്ല. പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും സഞ്ചരിക്കണം, എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ. മുന്നോട്ട് നോക്കി സഞ്ചരിക്കുക, കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് പുറകോട്ടല്ല. ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടെങ്കിൽ മറുവശത്ത് നമ്മെ ചേർത്തു നിർത്താനും തീർച്ചയായും ചിലരുണ്ടാകും. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. നിങ്ങൾ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണെങ്കിൽ എപ്പോഴും സമയത്തിന്റെ അനുകൂലത്തെ പറ്റിയും സുഹൃത്തുക്കളുടെ അനുകൂലത്തെ പറ്റിയും വരുമാനത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും കരുതലോടെ ജീവിക്കും. സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും അതിനൊപ്പം എത്തി എന്ന് വരില്ല. ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പുരുഷനോട് പറഞ്ഞാൽ അതിനർത്ഥം അവൾ അയാളെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു എന്നാണ്. ചെറുതാണെന്ന് കരുതി കുരുമുളകിനെ പുച്ഛിക്കരുത്. അതെത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും. നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത്. ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഒരു നല്ല പങ്കാളിയാകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആശയവിനിമയം. ജീവിതത്തിൽ ആശയവിനിമയം ഇല്ലാതാകുമ്പോൾ, നിങ്ങളെ മനസ്സിലാക്കി പെരുമാറാതിരിക്കുമ്പോൾ, ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവും ബഹുമാനവും നൽകാത്തവരെ, അർഹിക്കുന്ന കാര്യങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകാത്തവരെ, വൈകാരികവും ശാരീരികവുമായ അടുപ്പത്തിന് മുൻഗണന നൽകാത്തവരെ. 2 വഴിയുള്ള ഒരു തെരുവാണ് ദാമ്പത്യം. അതിനാൽ പരസ്പരം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാൻ തുറന്ന ആശയവിനിമയം ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമുക്ക് നല്ലത് ലഭിക്കണമെങ്കിൽ നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ഒരാളെ ജയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്, എന്നാൽ തോൽപ്പിക്കുക എന്നത് വളരെ എളുപ്പമാണ്. മറ്റുള്ളവരുടെ നേട്ടം കണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത്. അത് അഹങ്കാരമല്ല, ആത്മാഭിമാനമാണ്. മൂടനെപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നും. അവന്റെ ബാലിശമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല. ശാന്തത പാലിക്കാനുള്ള കഴിവ് ആര്യബലത്തെ സൂചിപ്പിക്കുന്നു. ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. ജീവിതം ചെറുതാണ്, സമയം പരിമിതമാണ്. അതിനാൽ ആളുകളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്കായി ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക.